2000 വർഷങ്ങൾക്ക് മുൻപേ മനുഷ്യർ വൈദ്യുതി ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരൂഹതകളിൽ ഒന്നായ ബാഗ്ദാദ് ബാറ്ററി എന്ന അത്ഭുതത്തെക്കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. 1936 ഇറാഖിലെ ബാഗ്ദാദിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ നിന്നാണ് പുരാവസ്തു ഗവേഷകർ ഈ വിചിത്രമായ വസ്തു കണ്ടെത്തുന്നത്. കാഴ്ചയിൽ വെറുമൊരു കളിമൺ ഭരണി, എന്നാൽ അതിനുള്ളിൽ ഒരു ചെമ്പ് കുഴലും അതിനകത്തായി ഒരു ഇരുമ്പ് ദണ്ടും ഉണ്ടായിരുന്നു. ഇവ പരസ്പരം തട്ടാതിരിക്കാൻ ടാർ പോലെയുള്ള ഒരു പദാർത്ഥം കൊണ്ട് ഉറപ്പിച്ചിരുന്നു. ഇതിലേക്ക് മുന്തിരിനീരോ വിനാഗിരിയോ പോലെയുള്ള ആസിഡുകൾ ഒഴിച്ചാൽ ചെറിയ തോതിലുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് പിൽക്കാലത്ത് ശാസ്ത്രജ്ഞർ തെളിയിച്ചു. എന്തിനായിരിക്കാം പുരാതന മനുഷ്യർ ഇത് ഉപയോഗിച്ചിരുന്നത്? ഇതിന് പ്രധാനമായും 3 ഉത്തരങ്ങളാണ് ചരിത്രകാരന്മാർ നൽകുന്നത്. ഒന്നാമതായി, സ്വർണമോ വെള്ളിയോ പൂശുന്ന ഇലക്ട്രോപ്ലേറ്റിംഗ് സാങ്കേതിക വിദ്യയായിരിക്കാം. രണ്ടാമതായി, ചെറിയ വൈദ്യുതാഘാതങ്ങൾ നൽകി വേദനസംഹാരിയായി അഥവാ വൈദ്യചികിത്സയ്ക്കായി ഉപയോഗിച്ചിരിക്കാം. എന്നാൽ ഏറ്റവും യുക്തിസഹമായ മൂന്നാമത്തെ വാദം ഇതൊരു ബാറ്ററിയെ അല്ല എന്നതാണ്. പുരാതന കാലത്ത് വിലപ്പെട്ട പാപ്പിറസ് ചുരുളുകൾ സുരക്ഷിതമായി സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന ഭരണികളാണിതെന്നും കാലപ്പഴക്കം കൊണ്ട് ചുരുളുകൾ പൂർണ്ണമായും നശിച്ചു പോയതാകാമെന്നുമാണ് പല ശാസ്ത്രജ്ഞരും വിശ്വസിക്കുന്നത്. ഇതൊരു ബാറ്ററിയാണോ അതോ വെറുമൊരു ഭരണിയാണോ എന്ന തർക്കം ഇന്നും തുടരുകയാണ്. എങ്കിലും പുരാതന സംസ്കാരങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിലും എത്രയോ മടങ്ങ് ബുദ്ധിമാന്മാരായിരുന്നു എന്നതിൻ്റെ വലിയൊരു ഓർമ്മപ്പെടുത്തലാണ് ബാഗ്ദാദ് ബാറ്ററി.